ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും തെരേനെ ഈ പറഞ്ഞ ബ്രൈറ്റിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും ഈ പറഞ്ഞ വിനീതിനെയും കൂട്ടി നീ അമ്പലത്തിലോട്ട് വാ, അവിടെ വെച്ച് സത്യം ചെയ്യണം, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്, അവിടെ വെച്ച് എന്റെ കൈയുടെ വെള്ളം എടുത്ത് സത്യം ചെയ്യണം, എന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, എന്റെ ശരീരത്തിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല, എന്റെ ശരീരത്തിൽ നീയും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു. വരത്തില്ല, പേടിയാ. നമസ്കാരം, മലയാളി വാർത്ത ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നിരഞ്ജന ആർ നിരഞ്ജുവാണ്. ഇതിനു മുമ്പും നിരഞ്ജന നമ്മുടെ കൂടെ ചേർന്നിരുന്നു. നിരഞ്ജനക്ക് നേരിട്ട ഒരു ദൂരാനുഭവം നമ്മുടെ കൂടെ ചേർന്ന് പങ്കുവച്ചിരുന്നു. ഇപ്പം അതിനെ തുടർന്ന് നമ്മളിലൂടെ, അതായത് മലയാളി വാർത്തയിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറം ലോകം എത്തിയത്. ഇപ്പം എന്താണ് ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പം എന്തൊക്കെ നിയമസഹായങ്ങൾ നിരഞ്ജനക്കുണ്ടായി, ഇപ്പോൾ എന്താണ് കറന്റ് എന്താണ് അതിന്റെ പ്രൊഫൈൽ, ഒന്ന് നിരഞ്ജന നമുക്ക് ചോദിക്കാം. എന്താണ് നിരഞ്ജനക്ക് നമ്മളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പരാതിയുമായിട്ട് പോയതിന് ശേഷം FIR ഒക്കെ ഇട്ട് കോടതിയിലെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ പോയിട്ട് മൊഴിയൊക്കെ കൊടുത്തതാണ് ഞാൻ. മൊഴി കൊടുത്തിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പലവട്ടവും വിളിക്കുമ്പോഴും പോലീസുകാർ കേസ് എടുത്ത് FIR ഇട്ട് കോടതിയിൽ പോയി. എന്നിട്ടും അവരൊരു തിട്ടമായ ഒരു തീരുമാനം എനിക്ക് തരുന്നില്ല. പ്രതികളെ പിടിച്ചിട്ടുമില്ല, പ്രതികൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുമുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചൈരാന്നയിൽ പോലീസുകാരോട് ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പരിധിയല്ല, ഒരു ട്രാൻസ് വുമണായ ഒരു വ്യക്തി പലവട്ടം എത്രയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും, ഒരു പരിധിയില്ലേ? പലവട്ടവും കോൾ ചെയ്യുമ്പോൾ ഫോൺ എടുത്തിട്ട് ആദ്യമൊക്കെ നല്ല മറുപടിയായിരുന്നു, സാർമാർ നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല വീഴ്ചകൾ പറ്റുന്നത്. എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ പ്രതികളെ കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം എനിക്കിത് രണ്ടൊന്ന് തെളിയണം. കാരണം എന്നെ കാണാൻ വേണ്ടിയാണ് ഈ വിനീത് എന്ന് പറഞ്ഞ ആൾ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് വന്നു കയറിയത്. പിന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇവൻ എന്നെ കെട്ടിയിട്ടിട്ട് കൈ രണ്ടും പുറകിൽ കട്ടിലിമേൽ കെട്ടിയിട്ടിട്ട് തുണി വായിൽ തിരുമ്മി വെച്ചിട്ട് ഇവൻ പറഞ്ഞു ഒരു നേക്കഡായിട്ടുള്ളൊരു ഇതെടുക്കുന്നതാണ്, ഷോർട്ടിൻ്റെ ഭാഗമായിട്ട് സിനിമയുടെ ഒരു ഭാഗമായിട്ട് എടുക്കുന്നതാണ്, നീ ഒന്നും വിചാരിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഊരിയിട്ട് ഇവൻ പല രീതിയിലും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ അർത്ഥത്തിലാണ്, ഇതാണോ നിൻ്റെ ഷോർട്ട് ഫിലിമോ? അപ്പം പറഞ്ഞ അല്ല, നിന്നെ ഞാൻ മാരേജ് ചെയ്തോളാം. ഞാൻ പറഞ്ഞു ഏതർത്ഥത്തിൽ? എനിക്കും കൂടെ തോന്നണ്ടേ മാരേജ് ചെയ്യണോ വേണ്ടേന്ന്? എൻ്റെ തീരുമാനം ഇല്ലാണ്ട് എങ്ങനെ ഇയാൾ മാരേജ് ചെയ്യുന്നത്? അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ ഇവൻ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഞാൻ ഇതിന് മുന്നേ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല സാധനങ്ങൾ ഇവൻ എനിക്ക് വീട്ടുപകരണങ്ങളൊക്കെ മേടിച്ചിട്ട് തന്നു. അതായത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിതുവരെ എനിക്കൊരു തീരുമാനം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ചിലപ്പോൾ ഉള്ളിൽ രണ്ടും കൽപ്പിച്ചായിരിക്കും വന്ന് കയറിയിട്ടുള്ളത്. പിറ്റേ ദിവസം ഓണർ വാതിൽ തുറന്നു. ഇവൻ എൻ്റെ കൂടെ 5 ദിവസം ഉണ്ടായിരുന്നു. ഓണർ അറിയുന്നില്ല. ഓണർ അറിയാണ്ടാണ് ഈ 5 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഓണർ അറിയുന്ന ഈ മേലത്തെ പെൺകുട്ടി പറഞ്ഞു കൊടുത്തപ്പോഴാണ് അറിയുന്നത്. അതുവരെ ഇവൻ ചെരുപ്പൊക്കെ എടുത്ത് അകത്തേക്ക് മാറ്റി ഓണർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവൻ ബാത്റൂമിൽ പോയി ഒളിച്ചിരുന്നു. ഏതർത്ഥത്തിൽ? ഈ ബാത്റൂമിൽ പോയി വിളിക്കേണ്ട കാര്യം ഇവനെന്തെങ്കിലും ഉണ്ടാവും. ഇവൻ ജെനുവിനാണെങ്കിൽ ഓപ്പണായിട്ട് മുന്നിൽ വന്ന് നിന്ന് പറയാം, ഞാൻ കെട്ടാൻ പോകുന്ന ആളാണ്, ഇല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ ആളാണ് പറയാം. അതൊന്നും പറയാണ്ട് ഇവൻ ബാത്റൂമിൽ കയറി ഇരുന്നിട്ട് സാർ ഹോളിംഗ് ബെല്ലടിച്ചു. ഓണർ ഹോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഞാൻ തുറന്നു കൊടുത്ത്. സാറ് പറഞ്ഞ് ഇത് പിന്നെ പോലീസുകാരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. നിരഞ്ജനയുടെ റൂമിൽ ആരാ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ മാരേജ് ചെയ്യാൻ. അതൊക്കെ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു മാരേജ് ചെയ്യാൻ പോകുന്ന ഒരാളാന്ന് പറഞ്ഞാൽ മതി ചോദിക്കുവാണെങ്കിൽ. അപ്പോൾ ആ പ്രകാരം ഞാൻ പറഞ്ഞു മാരേജ് ചെയ്യാൻ പോകുന്ന ആളാന്ന് പറഞ്ഞു. അതിനുശേഷം ഓണർ ചോദിച്ച് മാരേജ് ചെയ്യാൻ പോകുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിരഞ്ജന വന്നിട്ട് ഇത്ര നാളായി, പറഞ്ഞിട്ട് പോലും ഇല്ലല്ലോ, അങ്ങനെയാണ് കൂടെ കൊണ്ടുവരാൻ വയ്യായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഓണർ പറഞ്ഞ പോലീസിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിച്ചോ, കാര്യം നമ്മുടെ ഭാഗത്ത് കള്ളമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പോലീസിനെ വിളിക്കുന്നപ്പോൾ ഇവന് പേടിയായി. കാരണം ഇവൻ്റെ വീട്ടിൽ കഞ്ചാവോ ഏതാണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഇവൻ എന്നെ കാണാനൊക്കെ വന്നത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ കഞ്ചാവ് വാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അത് എനിക്ക് വിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കാര്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രയും പ്രതികൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പല ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രതികൾ വരാൻ കാരണം അതും ഞാൻ പറയാം. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ 2 ഓൺലൈൻ മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ മലയാളി വാർത്തയിലൂടെയാണ് ഇത് പുറത്തേക്ക് വന്ന് എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം മലയാളി വാർത്തയിലൂടെ പുറലോകത്തേക്ക് ഇത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നിയമം കുറച്ചുകൂടെ ശക്തമായിട്ട് എനിക്ക് കിട്ടിത്തുടങ്ങിയത്. അതുവരെ എനിക്കില്ലായിരുന്നു. നേരത്തെ ഒരു സ്മാർട്ട് മീഡിയ ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അത്ര വലിയ റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആരും സമീപിച്ചില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും സമീപിക്കാൻ തുടങ്ങി. മലയാളി വാർത്ത എന്ന് പറഞ്ഞ ചാനലിലൂടെ പുറത്തേക്ക് വിട്ടപ്പോഴാണ് മറ്റ് ചാനലുകാരൊക്കെ നമ്മളെ സമീപിക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോൾ പറയാനുള്ള ഈ പ്രതികളുടെ ഭാഗത്തുനിന്ന് വന്നത്, പ്രതികൾ ഇത്രയും വരാൻ കാരണം എന്ന് പറഞ്ഞ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഈ പ്രതികൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി വിനീതാണ്, 2 പറഞ്ഞിട്ട് ബ്രൈറ്റി,
3 അലഞ്ചോസ്, 4 ആറാട്ടന്, 5 ഈ പിന്നെ അഭിലാഷ് എന്ന് പറഞ്ഞവൻ. ഈ അഭിലാഷിൻ്റെ പേര് ഞാൻ പറയാം. അവൻ വേറൊരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നിട്ട് കിജഡയാണ്, അത് ഇവന് പറയേണ്ട ഒരു അധികാര റൈറ്റും ഇല്ല. അത് ആരും കൊടുത്തിട്ടില്ല. ട്രാൻസ്ജെൻഡർ കിജഡ ആയിക്കോട്ടെ, കിജഡ അല്ലാതെ ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, മനുഷ്യരല്ലാതെ ആയിക്കോട്ടെ, മനുഷ്യന്മാർ തന്നെയാണ് അവർ. പിന്നെ അവരെ കിജഡയെന്ന് മുദ്ര കുത്താൻ ഇവനെന്താ ആദ്യം റൈറ്റ് കൊടുത്തിരിക്കുന്നത്? അവൻ കിജഡ എന്ന് പറഞ്ഞ് ഒരു ഓൺലൈൻ മാധ്യമ ചാനലിൽ വന്നിട്ട് മുദ്ര കുത്തി. ആ പ്രകാരമാണ് ഈ പിന്നെ അഭിലാഷ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സന്തോഷ് ആറാട്ടനൻ എന്ന് പറയുന്ന ആള് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ വിനീതിൻ്റെ അടുത്ത് ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് വിനീതിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിരഞ്ജനെ എനിക്ക് നേരിട്ട് കാണണം. അങ്ങനെ നേരിട്ട് കണ്ടായിരുന്നു ഒരു വട്ടം, നേരിട്ട് കാണുമെന്ന് പറഞ്ഞു. പിന്നെ നിരഞ്ജനയുടെ അടുത്ത് പറയണം നേക്കഡായിട്ട്, അതായത് ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നിരഞ്ജനയുടെ അടുത്ത് പറയണം ഇങ്ങനെ ഡ്രസ്സില്ലാതെ കിടന്നിട്ടുള്ള ഒരു ഷോട്ട് എടുക്കണം, അത് നമുക്ക് പുറത്തേക്ക് വിടണം. എന്നെ വെച്ചിട്ട് ഇവർക്ക് വൈറലാകാനാണെങ്കിൽ അത് വേറെ ആരെങ്കിലും വെച്ചാൽ പോരെ. അപ്പം അത് ഞാൻ സമ്മതിച്ചില്ല. അത് സമ്മതിക്കാതെ വന്നപ്പോൾ ഈ പറഞ്ഞ വിനീതിന് വൈരാഗ്യം കൂടിയാണ് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇങ്ങനെയൊക്കെ പണിഞ്ഞത്. എന്നെ ശരിക്കും നല്ല രീതിയിൽ ചൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി അത്രമാത്രം വേദന എൻ്റെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ ആരോടും ഷെയർ ചെയ്യാനും ഇല്ല, ആരോടും പറയാറുമില്ല. എന്താണ് ഇപ്പം മുന്നോട്ടുള്ള പോക്കെന്താണ്? ഇപ്പം കോടതി പോയി മൊഴി കൊടുത്തു എന്ന് പറയുന്നു. കോടതി പോയി മൊഴി കൊടുത്ത് ഈ പ്രതികളുടെ ഭാഗമാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും പ്രതികൾ വന്നു, ഇത്രയും പ്രതികൾ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പിടിക്കുന്നതെന്ന് ഞാൻ പലവട്ടവും ചേരാനെല്ലൊരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചോദിക്കുമ്പോഴും അവർ പറയുന്നത് നിരഞ്ജനെ അത് സമയമെടുക്കും, ടൈം എടുക്കും. എങ്ങനെയാണ് ടൈം എടുക്കും? നമ്മളൊരു പരിധി വരെ ഒരു പെൺകുട്ടി എന്നുള്ളൊരു ഭാഗം വെച്ച് നമ്മൾ പരാതി മൂവ് ചെയ്തതാണ്. FIR ഇട്ട സംഭവം കോടതിയിൽ എത്തിയത്. പിന്നെ എന്തുകൊണ്ട് ഇവർ വൈകുന്നു? ഒരു ശരിക്കുള്ളൊരു പെൺകുട്ടിയാണ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ആക്ഷൻ എടുക്കും. ഞാനൊരാളായി ഇങ്ങനെ പരാതി കൊടുത്തത് കൊണ്ടാണോ ഇവരിങ്ങനെ എന്നെ ഇട്ട് തട്ടുന്നത്? പ്രതികൾ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്, അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ ഞാനിത് കോടതിയിൽ തന്നെ സമീപിക്കും. വീണ്ടും കോടതിയെ സമീപിക്കാനിരിക്കുവാണ്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒന്നുകൂടെ ചെല്ലുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് നടപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ നടപടിയിലോട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും. പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇവരെ ഈ ഇങ്ങനെയുള്ളവരെ പുറലോകത്ത് കൊണ്ടുവരണം എനിക്ക്. അത് ഇപ്പോൾ കുറച്ച് ചർച്ച ചെയ്യാനായിട്ടില്ല. അത് ഇനി മറ്റു ട്രാൻസ് വുമൻസിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. കാര്യം ഞാൻ അത്രമാത്രം വേദന എൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞതാണ് ഇവരുടെ ഭാഗത്തുനിന്ന്. പിന്നെയും ഒരു പെൺകുട്ടികളെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഈ പ്രതികൾ ഇത്രയും വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആറാട്ടണ്ണൻ എന്നെ നേക്കഡായിട്ട് എനിക്കൊരു ഷോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ആറാട്ടണ്ണൻ്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസ്. ബ്രൈറ്റ് എന്ന് പറഞ്ഞവൻ അവൻ്റെ വീട്ടിൽ പോയി ഞാൻ കിടക്കാൻ ഈ വിനീത് പറഞ്ഞു. എന്നിട്ട് ബ്രൈറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു സർജറി ചെയ്ത ഭാഗം കാണണമെന്ന്. അത് ഏതർത്ഥത്തിൽ? അപ്പോൾ ശരിക്കും പറയാൻ ഇവരെ എല്ലാ പ്രതികളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതികളും ഈ പറഞ്ഞ 5 ആൾക്കാർക്കും എന്നെ കാണണം, നേക്കഡായിട്ട് കാണണം. അറസ്റ്റിലേക്ക് നീങ്ങാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ ഒരു പിടുത്തവും കിട്ടുന്നില്ല. പലവട്ടവും ഞാൻ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോഴും അവർ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുവാണ്. പിന്നെ അറസ്റ്റിലേക്ക് പോയേ പറ്റൂ, അത് എൻ്റെയും കൂടെ ആവശ്യമാണ്. ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് മൊഴി കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവർക്കൊരു തക്കതായ ഒരു ശിക്ഷ തന്നെ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. കാരണം ഇനി ഒരു സ്ത്രീകളുടെ അടുത്ത് ഇവരെ മോശമായിട്ട് ചെയ്യാൻ പാടില്ല. ഇവരെ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് പല ടീമിനെയും കൊണ്ടുവന്നിട്ട് ഇവർക്കൊരു കാക്കനാട് ഒരു ലോഡ്ജ് റൂമുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. ലോഡ്ജിൻ്റെ പേരറിയില്ല, എനിക്ക് സ്ഥലം അറിയാം. വാഴക്കാലിലാണ് ഈ ലോഡ്ജ്. അവിടെയാണ് ഈ അലിയേട്ടൻ്റെ പെണ്ണി ആൻസി, പിന്നെ അതുപോലെ തന്നെ ബ്ലഡി നൈറ്റ്, അവിടെ വെച്ചാണ് ഈ ഷൂട്ടൊക്കെ എടുത്തിരിക്കുന്നത്. രണ്ട് ഷോർട്ട് ഫിലിമുകളിലും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പലവട്ടവും ഞാൻ ബ്രൈറ്റിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ഞാൻ ബ്രൈറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രൈറ്റ് നീ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? കാരണം വിനീത് നിങ്ങളുടെ ഗ്യാങ്ങിൽ വന്ന പ്രശ്നം കൂടും. കാര്യം വിനീതിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിനീത് എവിടെ ചെന്നാലും തൊടുന്നതെല്ലാം പ്രശ്നമാണ്. ഇവൻ പെണ്ണുങ്ങളെ വെച്ചിട്ടുള്ള വിനീത് എന്ന് പറഞ്ഞവന് ഏതോ ഒരു പെണ്ണുമായിട്ട് കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ചു. പിന്നെ എൻ്റെ ബോഡി ഷേപ്പിനെ കുറിച്ച് ഞാൻ ചിലപ്പോൾ കറുത്തതായിരിക്കാം, അതിൻ്റെ നിറം അങ്ങനെ ആയത് എനിക്കിഷ്ടം. എൻ്റെ നിറത്തിന് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ കാണാൻ ഗ്ലാമർ ഇല്ലയെന്നോ? അത് ഒരു വ്യക്തികളുടെ ഇഷ്ടമാണ്, എങ്ങനെ ജീവിക്കണം, ഏത് രീതി. ഈ വേറെ 2 പേരുടെ ഇവൻ ഈ പിന്നെ വിനീത് പറഞ്ഞു കൊടുത്തു ബോഡി ഷേപ്പ് ഓക്കെയാണ്, ബോഡി ഷേപ്പ് കറുപ്പാണ്, അത്
ഇപ്പം പല രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പല കോളുകൾ എനിക്ക് വരുന്നുണ്ട് ഈ വിനീതിൻ്റെ ഗ്യാങ്ങിൻ്റെ അകത്തുനിന്ന്. ഈ ആറാട്ടൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ലോകം, അതൊരിക്കലും ആറാട്ടനെ അഡ്മിൻ ആകാണ്ട് ഒരിക്കലും ഈ ആറാട്ടണൻ്റെ ഗ്രൂപ്പ് ഒരിക്കലും എൻ്റെ അടുത്ത് സംസാരിക്കില്ല. എന്നെ പലവട്ടവും ഈ ആറാട്ടണൻ്റെ ഗ്രൂപ്പാണ് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾക്ക് സത്യങ്ങൾ അറിയാം, അവരെ പിടിച്ച സത്യങ്ങൾ പലതും അറിയാൻ പറ്റും, അവരുടെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, അവർ പറയുന്ന റെക്കോർഡുണ്ട്. കാരണം ഈ പറഞ്ഞ വിനീതിനെയും ഈ പിന്നെ അലൻ ജോസ് പെരേരയൊക്കെ വെച്ചിട്ട് ഒരു പെണ്ണുങ്ങളെ വെച്ച് ചൂസ് ചെയ്യുന്നത്, പരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ ഈ പറയുന്ന ഒരു റോഡി റെക്കോർഡ് എൻ്റെ കൈവശത്തുണ്ട്.